എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ. അപ്പോൾ ഇന്നലെ ഞാൻ വേപ്പിലപ്പൊടി കൂട്ടി ചോറ് കഴിക്കുന്നത് മക്കളെല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഈ വേപ്പിലപ്പൊടി എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ പലവർക്കും ആഗ്രഹം ഉണ്ടാവും. ഈ വേപ്പിലപ്പൊടി അതുപോലെ വേപ്പിലക്കട്ടി ഇതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അവർക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. മനസ്സിലായോ? അപ്പോൾ വേപ്പില നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങൾ നൽകും. നമ്മുടെ മുടിക്കായാലും ശരീരത്തിനായാലും നല്ല ഫലങ്ങൾ നൽകും. പക്ഷെ ആരും വേപ്പില കഴിക്കില്ല. കറിയിലിട്ട് കഴിക്കുന്ന നേരത്തെ ഒക്കെ എടുത്ത് കളയുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയ കഞ്ഞിക്ക്, ചോറിന്, ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ഇത് കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാം. വെള്ളത്തിൻ്റെ അംശം പാടില്ല. വേപ്പില കഴുകി നന്നായി ഉണക്കി അതല്ലെങ്കിൽ കോട്ടൺ തുണിയിലിട്ട് നന്നായി തുടച്ചെടുക്കണം. വെള്ളേ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പൂത്തു പോകും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പൊടിച്ച് നമുക്കൊരു ചെപ്പിലാക്കി പുറത്ത് തന്നെ വയ്ക്കാം. കുറച്ച് ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിനാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ് മെയിനായിട്ട്. കുറച്ചധികം കറിവേപ്പില എടുക്കണം. പിന്നെ നല്ല ജീരകം, അതായത് ചെറുജീരകം, പിന്നെ ഉഴുന്നുപരിപ്പ്, പിന്നെ നമുക്ക് കുരുമുളക് കുറച്ച്, 2 വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, പിന്നെ ഇത്തിരി കായംപൊടി, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ് പൊടി, ഇത്രേ വേണ്ടു ഇതിലേക്ക്. പക്ഷേ ഇനിയിപ്പോൾ കായംപൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കായാണെങ്കിൽ നമ്മൾ ആ കായം ഉഴുന്ന് പരിപ്പ് വറുക്കും ഉപ്പാട് ആ കായം ഇട്ടാൽ വെളിച്ചെണ്ണയിൽ കൊണ്ട് വറുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. എന്തിന്? വേപ്പിലപ്പൊടിക്ക്. എന്നാൽ വേപ്പിലക്കട്ടിക്ക് ഇതിൽ ഇഞ്ചി വേണം, തേങ്ങ വേണം, അതേപോലെ തന്നെ ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. വേപ്പിലപ്പൊടി, വേപ്പിലക്കട്ടി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വേപ്പിലപ്പൊടിക്ക് ഇത്രയും വേണ്ടോ. വേപ്പിലക്കട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം ഈ ഉള്ള സാധനങ്ങളോടൊപ്പം എന്ത് വേണം? പുളി വേണം. പുളി, തേങ്ങ, ഇഞ്ചി ഇതെല്ലാം കൂട്ടിയാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വേപ്പിലപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വരൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. ആദ്യം നമുക്ക് ഈ കറിവേപ്പില ഉണ്ടല്ലോ, ചൂടായ ചീഞ്ചട്ടിയിൽ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 2 പിടിയാണ്, എൻ്റെ കൈ കൊണ്ട് 2 പിടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി നമുക്ക് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് വറക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത് ഒന്നും. തീ വളരെ കുറച്ച് വേണം. ഇപ്പോൾ അടുപ്പാണ്. അടുപ്പിപ്പോൾ തീ കുറയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഗ്യാസൊക്കെ ആകുമ്പോൾ നമുക്ക് അതുപോലെ കുറച്ച് വയ്ക്കാൻ പറ്റും. ഇതൊക്കെ കരിയില പോലെ അങ്ങോട്ട് വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്തിട്ട് നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ തന്നെ ഈ നല്ല ജീരകം ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതാ കറിവേപ്പില വറുത്തു. അതേപോലെ തന്നെ ആ ചീഞ്ചട്ടിയിൽ തന്നെ ജീരകവും വറുത്തു. കരിയാതെ ഇതൊക്കെ വറുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉഴുന്ന് പരിപ്പില്ലേ, ഈ ഉഴുന്ന് പരിപ്പ് അരിക്ക് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇത് കായപ്പൊടിയല്ല, കായാണെങ്കിൽ ഈ സമയത്ത് കായ ഇതിലിട്ട് കൊടുക്കണം. കായ ഇതിലിട്ട് മൊരിക്കണം കേട്ടോ.
ഇനി നമുക്ക് ചോക്ക വറുക്കാം. ഈ ഉഴുന്ന് പരിപ്പ് ചോക്ക വറുത്തെടുക്കണം. കുരുമുളക് അത് ഇട്ട് കൊടുക്കുക. മുളക്, ആ 4 മുളക് ഇട്ട് കൊടുക്കുക. 2 വെളുത്തുള്ളി ഇത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി വറുത്തെടുക്കണം. ഇതൊക്കെ നന്നായി വറുത്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം, കായപ്പൊടി 2-3 നുള്ള് കായപ്പൊടി കൂടി ഇടുക. എന്നിട്ട് ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ വറുത്തെടുക്കണത് എന്തൊക്കെയാണെന്ന് കണ്ടില്ലേ? ഉഴുന്ന് പരിപ്പ്, കുരുമുളക്, 2 വെളുത്തുള്ളി, 4 ഉണക്കമുളക്, വറ്റൽമുളക് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇത്തിരി കായപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കും. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാലേ നമ്മളെ നാളികേര തേങ്ങ അരയ്ക്കണ പോലെ ഒന്നും അരയ്ക്കരുത്. വെറുതെ കറക്കി 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 ഇങ്ങനെ എടുക്കണം കേട്ടോ. ഒരു കറക്കിറക്കുക, നിർത്തുക, കറക്കുക, നിർത്തുക, കറുത്തുക, അങ്ങനെ കറക്കി 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 തരിയോടുകൂടി പൊടിക്കണം. വല്ലാണ്ട് നൈസായി പോകരുത്. നന്നായി ചുവന്ന് വന്നു. ഇനി നമുക്ക് കായപ്പൊടിയാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാം. മതി, ഒരു നുള്ളു കായപ്പൊടി. ഇനി അതും കൂടിയിട്ടൊന്ന് എനിക്ക് നല്ല മണം മക്കളെ. മതി, ആവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. കൂട്ടുകളൊക്കെ ഇത് പൊടിച്ചു വെച്ചു. അതായത് ഉഴുന്ന പരിപ്പ്, മുളക്, പിന്നെ കുരുമുളക്, പിന്നെ അവസാനം കായപ്പൊടി അവസാനം ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുക. പൊടിക്കരുത്. ഇനി അതിലേക്ക് വേണം നമുക്ക് ഈ ജീരകവും ഈ കറിവേപ്പിലയും ഇടാം. ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ അത് പൊടിച്ചെടുക്കണം. ഓക്കെ. എന്നിട്ട് നമുക്ക് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ വേപ്പിലപ്പൊടി തയ്യാറിട്ടോ മക്കളെ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പൊന്നും ഞാൻ ചേർത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലോ ഒരു ചെപ്പിലോ ആക്കി വെച്ചാൽ നമുക്ക് ഇഡ്ഡലി, ദോശ, ചോറ്, കഞ്ഞി ഇതിനൊക്കെ നമുക്ക് പൊടിയായിട്ട്, ചമ്മന്തി പൊടിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അറിയാത്തവരിങ്ങനെ ഉണ്ടാക്കി വയ്ക്കൂ. നമുക്ക് എളുപ്പ പണിയാണ്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും നിങ്ങൾ അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് അമർത്തിക്കോളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.